ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് കുട്ടികളുടെ ഒരു എലാസ്റ്റിക് ഫ്രോക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു റയോൺ മെറ്റീരിയൽ, കോട്ടൺ റയോൺ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ 1/2 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. ഞാനിവിടെ ഒരു 5 വയസ്സ് പ്രായമുള്ള കുട്ടിയുടെ അളവുകളാണ് കാണിക്കുന്നത്. അപ്പോൾ 1/2 മീറ്ററോളം മതിയാവും. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ലെങ്ത്ത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി 1 മീറ്റർ തുണി എടുക്കാം. ഇത് നിങ്ങൾക്ക് ഫ്രോക്കായിട്ടോ അല്ലെങ്കിൽ ജീൻസിൻ്റെ ഒക്കെ ഒപ്പം ടോപ്പായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡൽ ഡ്രസ്സാണ്. അപ്പോൾ ആദ്യം നമുക്കിത് 4ആയിട്ട് മടക്കാം. ആദ്യം ഞാനിവിടെ 2ആയിട്ട് മടക്കി. അതിനുശേഷം നമുക്കതിൻ്റെ മാക്സിമം ലെങ്ത്ത് കിട്ടുന്ന വിധത്തിൽ 4ആയിട്ട് മടക്കുക. ഞാനിങ്ങനെയാണ് അതിൻ്റെ മാക്സിമം ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ട് 4ആയിട്ട് മടക്കിയത്. ഇനി നമുക്ക് അതിലെ അളവുകൾ അടയാളപ്പെടുത്താം. അപ്പോൾ ആദ്യം നമ്മൾ എ-ലൈൻ ഡ്രസ്സിൻ്റെ അളവുകളാണ് അടയാളപ്പെടുത്തേണ്ടത്. ആദ്യം ഷോൾഡർ ഞാൻ 5.5 ഇഞ്ച് അടയാളപ്പെടുത്തി. അതിനുശേഷം ഷോൾഡറിൻ്റെ താഴത്തേക്ക് 5.5 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി. കൈക്കുഴിയുടെ ഭാഗത്തേക്ക് എന്നിട്ട് നമുക്കത് ജോയിൻ്റ് ചെയ്യാം. ജോയിൻ്റ് ചെയ്തിട്ട് കൈക്കുഴിയുടെ ഭാഗം വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് താഴത്തേക്ക് 5.5 ഇഞ്ച് എടുത്ത അവിടെ തന്നെ നമുക്ക് ചെസ്റ്റ് മെഷർമെൻറ്റ് അടയാളപ്പെടുത്താം. ചെസ്റ്റ് മെഷർമെൻറ്റ് ഞാൻ 6.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. അതിനുശേഷം താഴത്തേക്ക് 5 ഇഞ്ച് എടുക്കുക. എന്നിട്ട് ആ ഒരു ഭാഗത്ത് നമ്മുടെ വേസ്റ്റ് മെഷർമെൻറ്റ് അടയാളപ്പെടുത്താം. ഈ ഒരു ഭാഗത്താണ് വേസ്റ്റ് മെഷർമെൻറ്റ് അടയാളപ്പെടുത്തേണ്ടത്. വേസ്റ്റ് മെഷർമെൻറ്റ് 5.5 ഇഞ്ച്. നമ്മൾ ടോട്ടൽ ചുറ്റളവിൻ്റെ 4 ഭാഗമാണ് നമ്മൾ എടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ആ പോയിൻ്റ് തമ്മിൽ കൂട്ടി യോജിപ്പിച്ച് വരയ്ക്കാം. ഇനി നമുക്ക് ബോഡി ഭാഗത്ത് എക്സ്ട്രാ 1 ഇഞ്ചോളം എടുത്തിട്ട് എക്സ്ട്രാ ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമുക്കതിൽ കൈക്കുഴി വരച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ എക്സ്ട്രാ എടുത്ത ഭാഗത്തും കൂടി കണക്ട് ചെയ്യുന്ന വിധത്തിൽ കൈക്കുഴി വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് വേസ്റ്റ് മെഷർമെൻറ്റ് മുതൽ താഴത്തേക്ക് നിങ്ങൾക്ക് എത്രയാണ് ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ അതുവരെ അടയാളപ്പെടുത്തിയാൽ മതി. ഞാനിതിൻ്റെ ഫുൾ ലെങ്ത്ത് എടുക്കുന്നുണ്ട്. വേസ്റ്റ് ലൈൻ തൊട്ടിട്ട് നമ്മൾ എക്സ്ട്രാ എടുത്ത ആ ഭാഗത്തു നിന്ന് തൊട്ടിട്ട് താഴത്തെ കോർണറിലേക്ക് ഇതുപോലെ ലൈൻ വരച്ച് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മുടെ എ-ലൈൻ ഡ്രസ്സിൻ്റെ സെയിം മെത്തേഡ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അതിൻ്റെ നെക്കും ഷോൾഡറും അടയാളപ്പെടുത്താം. നെക്ക് ഞാൻ 2.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. അപ്പോൾ ഞാനിവിടെ ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെയിം അളവാണ് എടുക്കുന്നത്, കുട്ടികളുടെ ഡ്രസ്സ് ആയതുകൊണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിൽ അടയാളപ്പെടുത്താം. താഴത്തേക്കും 2.5 ഇഞ്ച് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. എന്നിട്ട് നെക്ക് വരച്ചു കൊടുക്കാം. സാധാരണ റൗണ്ട് നെക്കാണ് ഞാൻ ഇവിടെ വരയ്ക്കുന്നത്. ഇനി നമുക്ക് ഷോൾഡർ ഒന്ന് ചെരിച്ച് വരച്ചു കൊടുക്കാം. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഫ്രോക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഭാഗത്ത് അതിൻ്റെ ആ കോർണറിൽ ഒന്ന് ചെറുതായിട്ട് കർവ് കൊടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്യാം. അതുപോലെ ചെറുതായിട്ടൊരു കർവ് കൊടുത്തിട്ട് കട്ട് ചെയ്താൽ മതി, അടയാളപ്പെടുത്തണമെന്നൊന്നുമില്ല. ഇനി നമുക്ക് ബാക്കി തുണിയിൽ നിന്ന് നമുക്ക് നെക്കൊക്കെ തയ്ക്കാനായിട്ട് ബയാ സ്ട്രിപ്സ് കട്ട് ചെയ്തെടുക്കുക, ക്രോസ് കട്ട് ചെയ്തെടുക്കുക. നെക്കും കൈക്കുഴിയൊക്കെ നമ്മൾ ഇത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കി തുണിയിൽ നിന്ന് നിങ്ങൾക്ക് ഇതുപോലെ ക്രോസ് കട്ട് ചെയ്തെടുത്ത് ബയാ സ്ട്രിപ്സ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം നമുക്ക് ബാക്ക് പാനൽ എടുത്തിട്ട് നമ്മുടെ ഫ്രോക്കിൻ്റെ ബാക്ക് പാനൽ എടുക്കുക. എന്നിട്ട് അതിന് നെക്ക് കറക്റ്റായിട്ട് മടക്കുക. 2ആയിട്ട് മടക്കിയിട്ട് നമുക്ക്
ഹുക്ക് വയ്ക്കാനുള്ള ഭാഗം കട്ട് ചെയ്യാം. അപ്പോൾ നെക്കിൻ്റെ സെൻറ്റർ ഭാഗത്തു നിന്ന് ഒരു 4 ഇഞ്ചോളം താഴത്തേക്ക് എടുത്തിട്ട് അതുവരെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തുണി രണ്ടായിട്ട് കറക്റ്റായിട്ട് മടക്കി വയ്ക്കുക. എന്നിട്ട് നെക്കിൻ്റെ സെൻറ്ററിലായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഹുക്ക് വയ്ക്കാനുള്ള ഭാഗം കട്ട് ചെയ്തു. ഇനി നമുക്ക് അവിടെ ഒരു പീസ് തുണി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതുപോലെ ഒരു സ്ക്വയർ പീസിലൊരു തുണി എടുക്കുക. 4 ഇഞ്ച് ഇറക്കത്തിൽ തന്നെയാണ് എടുക്കേണ്ടത് തുണി. 4 ഇഞ്ചിനേക്കാൾ കുറച്ചും കൂടി കൂടുതൽ എടുക്കുക നീളം. എന്നിട്ട് അതിൽ 4 ഇഞ്ച് ഇറക്കത്തിൽ ഇതുപോലെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത പോലെ ആ തുണിയുടെ സെൻറ്ററിൽ കട്ട് ചെയ്യാം. ഇനി നമുക്ക് ആ ഗ്യാപ്പിൽ അത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നല്ല വശങ്ങൾ ചേർത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ആ വി ഷേപ്പിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എൻ്റെ നേരെ എഡ്ജിലല്ല, ഒരു പോയിൻ്റ് ഉള്ളിലേക്ക് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ വി ഷേപ്പിൽ ടേൺ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ചെറിയൊരു കട്ടിങ് കൊടുക്കുക. എന്നാലേ നമുക്കത് ഉള്ളിലേക്ക് മറിച്ചിടാൻ പറ്റുള്ളൂ. എന്നിട്ട് നമുക്ക് ആ തുണി ഉള്ളിലേക്ക് മറിച്ചിട്ട് നമുക്കതിൻ്റെ എഡ്ജ് ഭാഗത്ത് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇതുപോലെ ഉള്ളിലേക്ക് മറിക്കുക. എന്നിട്ട് അതിൻ്റെ എഡ്ജ് ഭാഗത്ത് ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഹുക്ക് വയ്ക്കാനുള്ള ഭാഗം തയ്ച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ ഫ്രണ്ട് പാനലും ബാക്ക് പാനലും കൂടി ജോയിൻ ചെയ്ത് കൊടുക്കാം. ഷോൾഡറിൻ്റെ ഭാഗം അപ്പോൾ നമ്മൾ 2 ഷോൾഡറും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ നെക്ക് തയ്ച്ചു കൊടുക്കാം ബയാസ് സ്ട്രിപ്സ് വെച്ചിട്ട്. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്ത ബയാസ് സ്ട്രിപ്സ് ജോയിൻറ്റ് ചെയ്യുക. ഇതുപോലെ വെച്ചിട്ട് ജോയിൻറ്റ് ചെയ്യുക. എന്നിട്ട് നമുക്കത് നെക്കുമ്മ വെച്ച് തയ്ക്കാനാണ്. ഇനി നമുക്ക് അതിൻ്റെ ഹുക്ക് വയ്ക്കാനുള്ള ഗ്യാപ്പ് നമ്മൾ വിട്ടായിരുന്നല്ലോ, ആ ഗ്യാപ്പിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് ഒരു ഭാഗത്തു നിന്ന് തുടങ്ങിയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് ചുറ്റുഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് നമുക്ക് തയ്ച്ചു കൊടുക്കാം. ആ സ്ട്രിപ്പ് 2ആയിട്ട് മടക്കിയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. നെക്കിൻ്റെ നല്ല വശത്ത് വെച്ചിട്ട് സ്ട്രിപ്പ് 2ആയിട്ട് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ എഡ്ജ് ഭാഗം ഒന്ന് ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഈ സ്ട്രിപ്പ് അതിൻ്റെ ചീത്ത വശത്തേക്ക് മടക്കി തയ്ച്ച് കൊടുക്കാം. മടക്കിയിട്ട് അതിൻ്റെ എഡ്ജിൽ ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
നമ്മൾ ആദ്യം സ്ട്രിപ്പ് വയ്ക്കുമ്പോൾ നല്ല വശത്താണ് വെച്ച് തയ്ക്കേണ്ടത്. പിന്നെ അത് ഉള്ളിലേക്ക് മടക്കി വെച്ച് തയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇതേപോലെ തന്നെ ഞാൻ കൈക്കുഴിയും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. സ്ലീവ്ലെസ് ടോപ്പാണ്, അതുകൊണ്ട് കൈക്കുഴിയും നെക്ക് തയ്ച്ച അതേ മെത്തേഡിൽ തന്നെയാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ ഞാനത് പ്രത്യേകം കാണിക്കുന്നില്ല. ഇനി നമുക്കതിൻ്റെ വീസ്റ്റ്, ഈ നമ്മളുടെ ഫ്രോക്ക് നിവർത്തിയിട്ടതിന് ശേഷം അതിൻ്റെ വീസ്റ്റ് മെഷർമെൻ്റ് ഒന്ന് അളന്ന് നോക്കാം. എത്രയാണ് വരുന്നത്? നമുക്ക് എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കാനാണ് അത്രയും അളവിൽ. അപ്പോൾ ആദ്യം ഇതുപോലെ ടോപ്പ് നിവർത്തിക്കുക. എന്നിട്ട് അതിൻ്റെ വീസ്റ്റ് മെഷർമെൻറ്റ് കട്ട് ചെയ്ത ഭാഗം നമുക്ക് കാണാം. അപ്പോൾ അവിടെ ഒന്ന് എത്രയാണെന്ന് മെഷർമെൻറ്റ് എടുത്ത് നോക്കാം. ഇവിടെ 14 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ 14 ഇഞ്ചാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അതിനേക്കാൾ 2 ഇഞ്ച് കുറച്ചിട്ട് ആണ് നമ്മൾ എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇവിടെ 14 ഇഞ്ചാണ് വന്നത്. അപ്പോൾ 12 ഇഞ്ച് നീളത്തിലുള്ള 2 എലാസ്റ്റിക് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു 1/4 ഇഞ്ച് വലുപ്പമുള്ള ചെറിയ എലാസ്റ്റിക്കാണ്. ഇത് വേസ്റ്റ് ലൈൻ്റെ അവിടെ വെച്ചിട്ട് തയ്ച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വേസ്റ്റ് മെഷർമെൻറ്റിനേക്കാൾ 2 ഇഞ്ച് കുറവ്, ഇവിടെ 14 ഇഞ്ചാണ് വന്നത്, അതിനേക്കാൾ 2 ഇഞ്ച് കുറച്ച് 2-3 ഇഞ്ച് കുറച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ 12 ഇഞ്ച് വലുപ്പത്തിലുള്ള 2 പീസ് എലാസ്റ്റിക്കാണ് കട്ട് ചെയ്യുന്നത്, ഫ്രണ്ട് പാനലിനും അതുപോലെ ബാക്ക് പാനലിനും വെക്കാനായിട്ട്. എന്നിട്ട് കട്ട് ചെയ്തെടുത്ത എലാസ്റ്റിക് നമ്മൾ വേസ്റ്റ് മെഷർമെൻറ്റ് കട്ട് ചെയ്ത ആ ഭാഗത്ത് വെച്ച് കൊടുക്കാം. വെച്ചിട്ട് നമുക്ക് നീളത്തിൽ തയ്ച്ചു കൊടുക്കാം. തയ്ക്കുമ്പോൾ എലാസ്റ്റിക് നന്നായി വലിച്ചു പിടിക്കുക, എന്നിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ആദ്യം ഒന്ന് ലോക്ക് ചെയ്ത് തയ്ച്ചു കൊടുക്കുക, അപ്പോഴാണ് നമുക്കൊന്നും കൂടി വലിച്ചു പിടിക്കാനായിട്ട് പറ്റുള്ളൂ. നന്നായി മാക്സിമം വലിച്ചു പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്ക് അതിൽ ബാക്കി എക്സ്ട്രാ വരുന്ന എലാസ്റ്റിക് നമുക്ക് കട്ട് ചെയ്ത് കളയാം, കുഴപ്പമില്ല. ഇതുപോലെ തന്നെ ഫ്രണ്ട് പാനലിനും വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 2 പാനലിനും എലാസ്റ്റിക് വെച്ച് തയ്ച്ചു. കാണാം, 2 പാനലിനും ഇതുപോലെ എലാസ്റ്റിക് വെച്ച് തയ്ച്ചു. ഇപ്പോൾ നമുക്ക് യോക്ക് ഭാഗത്തൊരു സെപ്പറേഷൻ വന്ന പോലെ തോന്നും, ഫ്രോക്കിൻ്റെ മോഡൽ പോലെ. നമുക്കതിൻ്റെ സൈഡ് രണ്ടും ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. കൈക്കുഴിയുടെ അവിടെ നിന്ന് തുടങ്ങി താഴത്തെ ഭാഗം വരെ 2 സൈഡും ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ 2 മറ്റു ഭാഗവും ജോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ ബാക്കിൽ ഹുക്ക് വെച്ചാൽ മതി. അതുപോലെ താഴത്തെ ഭാഗം ചെറുതായിട്ടൊന്ന് മടക്കി തയ്ച്ചു കൊടുത്താൽ നമ്മളുടെ ഫ്രോക്ക് റെഡിയായി. നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന മോഡൽ ഫ്രോക്കാണിത്. വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കുട്ടികൾക്കാണെങ്കിൽ നല്ല കംഫർട്ടും ആവും ഈ സമ്മറിൽ.